Good morning. It's so long that we have taken a full-fledged class and dividend theory almost I have completed. എനിക്ക് തോന്നുന്നു ആ ചാപ്റ്റർ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പഠിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. We will proceed to working capital. In the meantime, you can work out dividend policy. Dividend policy work out ചെയ്യണം. ഒപ്പം കുറച്ച് ദിവസം ഒരു സ്ട്രഗിൾ ഉണ്ടാവും, but you have to compensate with that. Right. So let me ഇന്നലെ ഞാൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിക് തിയറി ഞാൻ PDF ആയിട്ടിട്ടുണ്ടായിരുന്നു. ഐ റോങ്ലി പോസ്റ്റഡ് ഇറ്റ് ഇൻ അനദർ ഗ്രൂപ്പ് ആക്ച്വലി. ഇന്നലെ പുതിയ MCOM ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഐ ഡിഡ്ന്റ് നോ, സോ ഐ പോസ്റ്റഡ് ഇറ്റ് ദെയർ. അപ്പോൾ അതാണ് ഇന്ന് രാവിലെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടത്. സോ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിക് തിയറി എല്ലാം അതിലുണ്ട്. ഒക്കെ നിങ്ങൾക്ക് അറിയണ ഭാഗങ്ങൾ തന്നെയാണ് അതിലുള്ള തിയറി. ഞാനൊന്ന് സ്പീഡിൽ റിഫ്രഷ് ചെയ്ത് പോവാം ആ ഭാഗം കേട്ടോ. Actually, capital is divided into two: fixed capital and you have working capital also. Clear? And what is working capital? We know that every concern need working capital for the day-to-day affairs of the company. Because നമുക്ക് എപ്പോഴും ലാൻഡ് ബിൽഡിംഗ് ഫർണിച്ചർ അങ്ങനത്തെയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ലോങ് ടേം ഫണ്ടാണ് വേണ്ടത്. ഇതുവരെ പഠിച്ച നമ്മളുടെ ഭാഗം മുഴുവൻ ലോങ് ടേം ഫിനാൻസുമായി റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. ഐ മീൻ വെദർ ഇറ്റ് ബി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, capital structure, dividend theory, everything was revolving around the long term capital. Clear? And now we are going to see a different part, working capital management. It is also known as revolving capital or circulating capital. Why it is known as revolving capital? Because നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റോക്കിലാവും, ഓപ്പണിംഗ് സ്റ്റോക്ക്, or you purchase it and it is converted into working progress. Working progress is ultimately converted into finished goods. Finished goods is sold, and some part of the finished product is sold and cash is generated, and some part the cash is not given, and it will be known as debtors, and from debtors it will be collected and it is known as again it is transferred as cash. അതാണ് നമ്മളുടെ റിവോൾവിംഗ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു കൺസെപ്റ്റ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഓർ revolving capital, or it is also known as short term capital. Clear? And you should know that there are two concepts. You have balance sheet concept and even operating circle or circular. Balance sheet concept and you have operating cycle concept. Operating cycle concept ആണ് ബാലൻസ് ഷീറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസ് ഷീറ്റ് കൺസെപ്റ്റ് പ്രകാരം രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ? ബാലൻസ് ഷീറ്റ് കൺസെപ്റ്റ് പ്രകാരം യു ഹാവ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് ആൻഡ് നെറ്റ് നിങ്ങൾക്കറിയാം. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ആ PDF ഞാൻ ഇട്ടിട്ടുണ്ട്. രണ്ടും എന്താന്ന്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ the amount that is invested in current asset is known as gross working capital. കുറച്ചും കൂടി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഐ ഹോപ്പ് യു നോ ദാറ്റ് കറൻറ്റ് അസെറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി. ദ എക്സസ് ഓഫ് കറൻറ്റ് അസെറ്റ്സ് ഓവർ കറൻറ്റ് ലയബിലിറ്റി. ക്ലിയർ? കറൻറ്റ് അസെറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ? അപ്പോൾ നെറ്റ് കൺസെപ്റ്റ് കുറച്ചും കൂടി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും ഗ്രോസ് കൺസെപ്റ്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിനുമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ അറിയേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പാർട്ടിൽ എന്തൊക്കെയാണ്, വാട്ട് ഈസ് ദ കൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് കറൻറ്റ് അസെറ്റ് ആൻഡ് വാട്ട് ആർ ദ കൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് കറൻറ്റ് ലയബിലിറ്റി, ഇതൊക്കെ ആ ഭാഗത്ത് നോക്കണം. ആൻഡ് വൈ ഗ്രോസ് കൺസെപ്റ്റ് ഇസ് പ്രിഫേർഡ് ആൻഡ് വൈ നെറ്റ് കൺസെപ്റ്റ് ഇസ് പ്രിഫേർഡ്. ക്ലിയർ? ആൻഡ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇതല്ല. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ക്യാഷ്. Clear? Cash is converted into opening stock or purchases. Purchases is converted to work in progress. Work in progress to finished goods. Finished goods to debtors to cash. ഓർ യു ക്യാൻ സേ ഫിനിഷ്ഡ് ഗുഡ്സ് സെയിലായിട്ട് ക്യാഷ് ആയിട്ടും ട്രാൻസ്ഫർ ചെയ്യും, അങ്ങനെ നേരെ തിരിച്ചും പോവും. ദിസ് ഇസ് ദ സൈക്കിൾ. ഈ സൈക്കിൾ എത്രയോ സ്പീഡിൽ ടേൺ ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും
ക്യാഷ് കുറവ് മതി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൽ. സോ ഇതിൽ ഓരോ പീരീഡും നമ്മൾ കൺസിഡർ ചെയ്യും. എത്രയാണ് റോ മെറ്റീരിയൽ, ക്യാഷ് ടു റോ മെറ്റീരിയൽ ആണ് ഇവിടെ പർച്ചേസസ് എന്ന് പറയുമ്പോൾ. റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ് എത്രയാണ്, വർക്ക് ഇൻ പ്രോഗ്രസ് കൺവേർഷൻ പീരീഡ് എത്രയാണ്, വാട്ട് ഈസ് ദ കൺവേർഷൻ പീരീഡ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വാട്ട് ഈസ് ദ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ പീരീഡ്. ഈ ഒരു എല്ലാ പീരീഡ്സും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുമ്പോൾ ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിളിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. Gross operating cycle is equal to raw material conversion period plus work in progress conversion period plus finished goods conversion period plus receivables conversion period. ഈ 4 കൺവേർഷൻ പീരീഡും കൂടി ആഡ് ചെയ്താലാണ് ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്ന ഇതിനെ കിട്ടുക. ക്ലിയർ? അപ്പോൾ ഈ ടേംസ് ഒക്കെ വളരെ ഈസി ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോണത്. ആൻഡ് നെക്സ്റ്റ് യു ഹാവ് ടു സീ വാട്ട് ഈസ് റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ്. റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ് എന്താണ്? ക്ലിയർ? സോ റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ് ഇസ് ഈക്വൽ ടു average stock of raw material divided by raw material consumption per day. Clear? Raw material consumption per day ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് എഴുതി വെക്കണം. റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ റോ മെറ്റീരിയൽ കൺസംഷൻ പീരീഡ് പെർ ഡേ. ഇതേപോലെ തന്നെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് കൺവേർഷൻ പീരീഡും. വർക്ക് ഇൻ പ്രോഗ്രസ് കൺവേർഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ ഡേ. അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ബേസിസ് ആലോചിക്കുമ്പോൾ കോസ്റ്റ് ഷീറ്റ് ആലോചിച്ചാൽ മതി. ഇവിടെ റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽ കൺസപ്ഷൻ പെർ ഡേ ആണ്. വെൻ ഇറ്റ് കംസ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് ആകുമ്പോഴേക്കും എന്താ, പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ ഡേനെയാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ഫിനിഷ്ഡ് ഗുഡ്സ് കൺവേർഷൻ പീരീഡ്. അടുത്തത് ഫിനിഷ്ഡ് ഗുഡ്സ് കൺവേർഷൻ പീരീഡ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് കൺവേർഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആവറേജ് സ്റ്റോക്കാണ് ന്യൂമറേറ്റർ. ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ ആകുമ്പോഴേക്കും കോസ്റ്റ് ഷീറ്റിൽ എന്താവും, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പെർ ഡേ. അപ്പോൾ മറന്നു പോരുത്, റോ മെറ്റീരിയൽ കൺസംഷൻ പീരീഡിൽ ബേസ് ആയിട്ട് റോ മെറ്റീരിയൽ കൺസംഷൻ പെർ ഡേ ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് ആകുമ്പോഴേക്കും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ ഡേ ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് കൺവേർഷൻ പീരീഡിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പെർ ഡേ ആണ്. ക്ലിയർ? ആൻഡ് അപ്പോൾ റിസീവബിൾസിൽ എന്താവും, റിസീവബിൾസ് കൺവേർഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ, or you can say that average debtors divided by net credit sales. എന്താണ് ബേസ്? സെയിൽസിൻ്റെ ബേസിസിലല്ലേ എല്ലാ സെയിൽസും എടുക്കാൻ പറ്റുമോ? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അതും പെർ ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ റിസീവബിൾസ് കൺവേർഷൻ പീരീഡായി. ക്ലിയർ? ആൻഡ് ഫൈനലി യു ഹാവ് പേയബിൾസ് ഡെഫറൽ പീരീഡ്. പേയബിൾസ് ഡെഫറൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം അടയ്ക്കാനുള്ള സാവകാശം കിട്ടുന്നതിനെയാണ് പേയബിൾസ് ഡെഫറൽ പീരീഡ് എന്ന് പറയുക. അപ്പോൾ അടയ്ക്കാൻ സാവകാശം നമുക്ക് കിട്ടുക എന്തിൻ്റെ മുകളിലാണ്, അതായത് നമുക്ക് അത്രയും കുറച്ച് ദിവസം മതി. അപ്പം നമ്മൾ എപ്പോഴും നടത്തുന്ന പർച്ചേസ് ഉണ്ടല്ലോ, റോ മെറ്റീരിയൽ അല്ലെങ്കിൽ പേർച്ചേസ് അടയ്ക്കാനാണ് നമുക്ക് അധികം സാവകാശം കിട്ടുക, ആ പേർച്ചേസിൻ്റെ പൈസ കൊടുക്കാൻ. സോ പേയബിൾ ഡെഫറൽ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ആവറേജ് പേയബിൾസ് എന്തിൻ്റെ ബേസിലാണ് പേയബിൾസ്? നെറ്റ് ക്രെഡിറ്റ്
purchases per day. Clear? അപ്പോൾ എപ്പോഴും റോ മെറ്റീരിയൽ ഈ ഒരു പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗ്രോസ് നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരീഡ് ഇസ് ഈക്വൽ ടു net operating cycle is equal to gross operating cycle minus payable deferral period. അതായത് നമ്മളുടെ ഈ ഒരു ഡെഫറൽ പീരീഡ് മാത്രം മൈനസ് ചെയ്യുക. അതായത് നമ്മൾക്ക് എത്ര ദിവസം എടുക്കും അതിൽ നിന്ന് നമ്മൾ കൊടുക്കാനുള്ള ദിവസം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇസ് ഈക്വൽ ടു ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇസ് ഈക്വൽ ടു raw material conversion period plus work in progress conversion period plus finished goods conversion period plus receivables conversion period. Clear? ഇതിന്ന് നാലെന്നും കിട്ടുന്ന ആൻസർ തന്നെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഗ്രോസ് സൈക്കിൾ എന്ന് പറയാം. ഇതിന്ന് പേയബിൾസ് ഡെഫറൽ പീരീഡ് മൈനസ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് what is known as net cycle. Clear? Net operating cycle calculate ചെയ്യാണ് ചെയ്യണത്. Is it clear for you? So ഈ 4 ഫോർമുല നമ്മൾ പഠിക്കണം. ടുമോറോ ഈ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺവേർഷൻ പീരീഡിൻ്റെ പ്രോബ്ലത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ആൻഡ് ബാക്കി തിയറിയും ആ PDF കൊടുത്തിട്ടുള്ള ബാക്കി തിയറിയും യു ഷുഡ് ബി ഏബിൾ ടു ലിങ്ക് വിത്ത് ദ തിയറി. കാരണം ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ആൻഡ് കുറച്ച് തിയറി പാർട്ടുണ്ട്. ആ തിയറി പാർട്ട് നിങ്ങൾ പഠിക്കേണ്ട പാർട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഭാഗം കഴിയുന്നതോടുകൂടി ഡിവിഡൻറ്റും വർക്കിംഗ് ക്യാപിറ്റലും വെച്ചിട്ടുള്ള ഒരു പരീക്ഷ ഉണ്ടാവും ഉറപ്പായിട്ടും. ദാറ്റ് വിൽ ബി ദ ഇൻറ്റേർണൽസ്. ഓക്കെ, സോ സ്റ്റഡി വെൽ. ഇനി ആ ഒരു സീരിയസ്നെസ്സിലേക്ക് വരിക കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.